ഖിയാമത്ത് നാളിന്റെ ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും അന്ത്യനാളിന്റെ മഹാപ്രകമ്പനങ്ങൾ കാണാൻ തുടങ്ങുകയും അല്ലാഹുവിന്റെ ഭൂമി പൊട്ടിപ്പിളരുകയും കടൽ ജലം കത്തുകയും കടൽ ജലം ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന മഹാ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ഇദാ ഖാമത്തിൽ ഖിയാമ ഖിയാമത്തെങ്ങാനും സംഭവിക്കുകയും വഫീ യദി അഹദികും ഫസീല. ഫസീലത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ചെറിയ തൈക്ക് പറയുന്ന പേരാണ് ഫസീല. ഖിയാമത്ത് നടക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ചെറിയ തൈയുണ്ട്, എന്നാ പിന്നെ ഇട്ടേച്ച് ഓടണമെന്നാണോ? ഫഇൻ ഇസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസ്ഹാ ഫൽയഗ്രിസ്ഹാ. ആ ചെടി അവിടെ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കുഴിച്ചിട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ചെടിയും മരങ്ങളും സസ്യലതാദികളും പച്ചപ്പും നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഹദീസാണിത്. ഒരു ചെറിയ ചെടിയുടെ തൈ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നട്ടുവെച്ചിട്ടേ നിങ്ങൾ പിന്നെ ഓടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നട്ടിട്ട് പോകണം. മറ്റൊന്ന്, ലോകാവസാനം സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളിലെ ക്രിയാത്മകത, നിങ്ങളിലെ കർമ്മോത്സുകത നഷ്ടപ്പെട്ടു പോകരുതേ. നിങ്ങൾ ജോലിയെടുക്കണം, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പണിയെടുക്കണം. അപ്പോഴും അന്ത്യനാളിന്റെ അടയാളങ്ങൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് പറയാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമുക്ക് ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും ഈമാൻ വർദ്ധിക്കാനും നിമിത്തമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിൻ അശറാത്തിസ് സാഅതി അൻ യർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ലു വയഫ്ശുവൽ സിനാ വതുശ്റബൽ ഖംറു വയദ്ഹബർ റിജാൽ വതബ്ഖ النساء حتى يكون ل50 امرأة قيم واحد. മുത്തഫഖ് അലൈഹി. സ്വഹീഹ് ബുഖാരിയും മുസ്ലിമിലും ഉള്ള ഹദീസാണിത്. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, ഇൽമു അല്ലാഹു ഉയർത്തിക്കളയുന്നത്. വദാലിക ബിഖബ്ദിൽ ഉലമാ, ആലിമീങ്ങളെ അല്ലാഹു മരിപ്പിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു ഉയർത്തപ്പെടുക. വയദ്ഹറൽ ജഹ്ലു, വിവരക്കേട് പ്രത്യക്ഷപ്പെടുക. വിവരക്കേട് പ്രത്യക്ഷപ്പെടുക. ജഹൽ, വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് പറയുകയും എഴുതി വിടുകയും ക്ലിപ്പാക്കി വിടുകയും ചെയ്യുന്ന കാലം. എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ജഹല്. കുറെ വാട്സപ്പ് ഷെയ്ഖന്മാരും ഫേസ്ബുക്ക് ഷെയ്ഖന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലം. തോന്നിയത് മനുഷ്യന്മാര് എഴുതി വിടുകയാണ്, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ. എന്ത് അവന് മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഹലാൽ, എന്താണ് ഹറാം? യദ്ഹറൽ ജഹ്ലു, വിവരക്കേട് പ്രത്യക്ഷപ്പെടുക. അടിസ്ഥാനമുള്ളതും ഇല്ലാത്തതും മനുഷ്യൻ എഴുതി വിടുക. പ്രത്യക്ഷപ്പെടുക എന്നാ പറഞ്ഞ ആ പ്രയോഗത്തിൽ അത്ഭുതമുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്ക്രീനിന്റെ മുമ്പിൽ പോപ്പപ്പ് ചെയ്യുന്ന അവസ്ഥ. യദ്ഹർ അൽ ജഹൽ, മണ്ടത്തരായിരിക്കും പ്രത്യക്ഷപ്പെടുക. വയഫ്ശു അസ്സിനാ, വ്യഭിചാരം വർദ്ധിക്കുന്നതും. വതുശ്റബൽ ഖംറു, മദ്യപാനം, മദ്യപിക്കപ്പെടുന്ന കാലം വരുന്നതും. വയദ്ഹബർ റിജാൽ വതബ്ഖൻ നിസാ. ഇത് പ്രവാസികളെ കുറിച്ച് പറഞ്ഞുവോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഗൾഫുകാരെ കുറിച്ച് പറഞ്ഞതാണോ എന്ന്. ഹദീസിന്റെ വാക്കെന്താണ്? യദ്ഹബർ റിജാൽ, പുരുഷന്മാർ പോവുകയും വതബ്ഖൻ നിസാ, പെണ്ണുങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്ന കാലം. ആണുങ്ങൾ മരിക്കുക എന്നല്ല പ്രയോഗം, നമ്മൾ അർത്ഥം വെക്കുന്നതാണ്. ആണുങ്ങൾ മരിച്ചു പോവുക, പെണ്ണുങ്ങൾ ബാക്കിയാവുക. യദ്ഹബർ റിജാൽ, പുരുഷന്മാർ എങ്ങോട്ടോ പോവുക. ചിലപ്പോൾ മരിച്ചു പോവലാകാം, അല്ലാതെ യാത്ര പോകലാകാം. വതബ്ഖൻ നിസാ, പെണ്ണുങ്ങൾ ഇവിടെ ബാക്കിയാകും. ഹത്താ യകൂന ൽ50 ഇംറഅത്തിൻ, ഏകദേശം 50ഓളം പെണ്ണുങ്ങൾക്ക് ഖയ്യിമുൻ വാഹിദുൻ, ഒരേ ഒരു കൈകാര്യകർത്താവ്. 50 വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സാധനം മേടിച്ചു കൊടുക്കാനും അവരുടെ കാര്യം നിർവഹിച്ചു കൊടുക്കാനും ഒരാൾ എന്ന രീതിയിൽ പുരുഷന്മാരൊക്കെ നാടുവിട്ടു പോകുന്ന കാലം. യദ്ഹബർ റിജാൽ, പുരുഷന്മാർ പോവാണ്. സുബ്ഹാനല്ലാഹ്. മരിച്ചു പോവാൻ നമുക്ക് അതിനർത്ഥം കൊടുക്കാൻ പറ്റും.
പക്ഷെ ഹദീസിന്റെ വാക്ക് യമൂതർ റിജാൽ, പുരുഷന്മാർ മരിക്കുക, യഹ്ലകർ റിജാൽ എന്നല്ല ഈ ഹദീസിൽ കാണുന്നത്. എന്താ? യദ്ഹബർ റിജാൽ, ഒരു യാത്ര പോവാണ്, വിസയും ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. യദ്ഹബ്, പോവാണ്. പോയിട്ട് നാട്ടിൽ ആണുങ്ങളുണ്ടോ? ഇല്ല. ആരാ ഉള്ളത്? പെണ്ണുങ്ങളാണ്. എല്ലാ ചെറുപ്പക്കാരും 18 വയസ്സാകുമ്പോഴേക്കും പാസ്പോർട്ടും ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. യദ്ഹബർ റിജാൽ, ആണുങ്ങളൊക്കെ പോയി. 50ഓളം പെണ്ണുങ്ങൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ കൈകാര്യകർത്തൃത്വം ഒരാളിൽ 50 ആളുകൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ ആയിത്തീരുന്നത്. ഇന്ന മിൻ അശറാത്തിസ്സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്ന അപകടങ്ങൾക്കൊക്കെ കാരണം ഈ പോക്കാണല്ലോ. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞില്ലേ, ഫത്വ കൊടുത്തില്ലേ, ഏത് പുരുഷനും കല്യാണം കഴിച്ച ഒരാൾ തന്റെ കുടുംബത്തിൽ നിന്ന് 4 മാസത്തിലപ്പുറം അകന്നു നിൽക്കരുതേ, ഇല്ലാ ബിഇദ്നിഹിന്ന, തന്റെ ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഒഴികെ. ഭാര്യ പറയണം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങളൊരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അവളെ സംബന്ധിച്ച് ആത്മവിശ്വാസവുമുണ്ട്, അവൾ വഞ്ചിക്കുന്ന പെണ്ണല്ല. അങ്ങനെ സമ്മതം കിട്ടിയാലല്ലാതെ ഒരു പുരുഷനും 4 മാസത്തിലപ്പുറം വിട്ടുനിന്നുകൂടാ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യദ്ഹബർ റിജാൽ ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ലഅയ്യാമൻ, ഒരുപാട് ദിവസങ്ങൾ. യൻസിലു ഫീഹൽ ജഹ്ലു വയുർഫഉ ഫീഹൽ ഇൽമു വയക്സുറു ഫീഹൽ ഹറജു വൽ മറജ്. ഹറജും മറജും വർദ്ധിക്കുന്ന ഒരു കാലം, വിവരക്കേടുണ്ടാകുന്ന കാലം, ഇൽമു നഷ്ടപ്പെടുന്ന കാലം. അങ്ങനെ അന്ത്യനാളിന്റെ മുമ്പ് അൽ ഹറജു വൽ മറജ്. എന്താണ് ഹറജും മറജും യാ റസൂലല്ലാഹ്? ഖാല അൽ ഖത്ലു, കൊലപാതകം വർദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വർദ്ധിക്കുകയാണ്, കുത്തിക്കൊന്നു. കേട്ടില്ലേ? ഒരു മനുഷ്യനെ കുത്തെന്നൊക്കെ പറഞ്ഞ എന്താ? ഇത് ആടിനെ, പശുവിനല്ല, മനുഷ്യന്റെ ദേഹത്താണ്. കൊലപാതകം വർദ്ധിക്കുകയാണ്. ഇന്നത്തെ സിറിയയിലും ഫലസ്തീനിലും ഈജിപ്തിലും ലിബിയയിലും അവിടെ നിന്നങ്ങോട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെയും ഖത്ൽ, കൊലപാതകം വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ കൊല്ലുകയാണ്. മാസീവ് കില്ലിംഗ്. 100, 200, 500 ആളുകളൊക്കെയാണ് ഒരു കാർ ബോംബിൽ, ഒരു സൂയിസൈഡ് അറ്റാക്കിൽ മരിക്കുന്നത്. കൊലപാതകം ഇങ്ങനെ വർദ്ധിക്കുന്നത് അപകടമാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വധിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി കഅബയെ അടിച്ചു തകർക്കുന്നതിനേക്കാളും കഅബാലയം പൊളിക്കുന്നതിനേക്കാളും അല്ലാഹുവിനടുത്ത് ഗൗരവം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരു മനുഷ്യനെ വധിക്കുന്നതാണ്. ചെയ്തു പോകരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറൽ ഹറജു വൽ മറജ്. നമ്മുടെ മക്കൾ കൊലപാതകളായി പോകാതെ, കൊലപാതകം ചെയ്യുന്ന, മർഡർ ചെയ്യുന്ന ആളുകളായി പോകാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറിയ മക്കളിലേക്ക്, കുട്ടിപ്രായമുള്ള മക്കളിലേക്ക് വരെ കൊലപാതകത്തിന്റെ വാസനകൾ എത്തിത്തുടങ്ങിയില്ലേ? ഇക്സുറൽ ഹറജ്. കുട്ടിയുടെ ഗെയിം പോലും അങ്ങനെയാണ്. കൊല്ലുന്ന തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ, ആളെ കൊല്ലുന്ന ഗെയിമുകൾ മേടിച്ചു കൊടുക്കരുതേ പൊന്നു രക്ഷിതാക്കളെ, ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ലാഘവം തോന്നി തുടങ്ങും, വളരെ നിസ്സാരമായി തോന്നും വധിക്കുക എന്ന് പറയാൻ. ചെറിയ മക്കളൊക്കെ എന്താ പറയാ, ഒന്ന് കളിപ്പിച്ചൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ ഐ വിൽ കിൽ യു. ചെറിയ കുട്ടിയെ പറയുന്നത്. 4 വയസ്സുള്ള കുട്ടിയെ ഞാൻ ചോദിച്ചു, കുട്ടീനെ സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല. ആ കുട്ടിയെ എൻ്റെ കൂട്ടുകാരൻ കളിപ്പിച്ചു. അപ്പോൾ കുട്ടി തമാശയിൽ പറയാണ് ഐ വിൽ കിൽ യു, ഐ വിൽ കിൽ യു. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, മലയാളിയായ കുട്ടിയാണ്, പക്ഷെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊല്ലുന്നാണ് ഈ പറയണത്, ഐ വിൽ കിൽ യു. എവിടുന്നാ കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടി എവിടെന്നാണ് ഇത് പഠിച്ചത്? ഗെയിമുകളിൽ നിന്ന്, അവരുടെ കാർട്ടൂൺ ഫിഗറുകളിൽ നിന്ന്.
കില്ലിംഗ്, മാസീവ് കില്ലിംഗ്. ഇങ്ങനെ വധം കൂടുന്നത്, കൊലപാതകം വർദ്ധിക്കുന്നത്, മനുഷ്യന്മാർ അന്യായമായി കൊല്ലപ്പെടുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന അപകടങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത്. അഗാനി, മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ്, അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിദ് പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിദ് വെച്ച് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ? അത് ഹറാമ് തന്നെ. അതിന്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിട്. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കി. തങ്ങൾ പറഞ്ഞ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദുണ്ടാവും, ചിലപ്പോ കുഴപ്പമില്ല. അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റുമെന്നൊരു മസാല ഉണ്ട്, വെറുതെ പറയുന്നേ. ലയകൂനന്ന മിൻ ഉമ്മതി ഖൗമുൻ, എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അഖ്വാം, ഒരു വിഭാഗം. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ, കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ പറഞ്ഞു? 4 വിഷയങ്ങൾ. എന്തൊരു ഗൗരവമാണ്. ഇസ്തഹില്ലൂനൽ ഹിർ, ഹിർ എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയും തുടങ്ങും. എന്തേ? വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, ഒരു പെണ്ണിന് അവരുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അവർ പരിഭാഷ വെച്ച് അർത്ഥം വായിക്കുന്നത് ഉജൂറഹുന്ന, അവർക്ക് വേതനം കൊടുക്കണം, പൈസ കൊടുത്താൽ ഹലാലായി എന്ന്. ഇങ്ങനെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഖുർആനിന്റെ വ്യാഖ്യാതാക്കളാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്. ഡിക്ഷണറി പഠിച്ച മനുഷ്യനല്ല. അറബി മനുഷ്യയായതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ ഖുർആനിന്? പറ്റില്ല. അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. ആര് ചെയ്യണം? ഉലമാ ചെയ്യണം, ഖുർആനിന്റെ ഉലൂമുകൾ പഠിച്ച ആളുകൾ. വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അള്ളാഹു എന്തുകൊണ്ട് മുഹൂറഹുന്ന, അവരുടെ മഹർ എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം? അജ്ർ, കൂലി, വൈജസ്. അപ്പോ വ്യഭിചരിക്കാം, കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഗൾഫ് നാട്ടിലെ അറബികളിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിലേക്ക് വരുമെന്നപ്പോ എന്റെ പേടി. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് പറയുകയും വൽ ഹരീറ, വൽ ഹരീർ, പട്ടിന്റെ ഉടയാളകൾ, പട്ടുവസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ്. പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചീപുരം സിൽക്സ്, സിൽക്കുകൾ അവർക്ക് ധരിക്കാം. ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും. ആദ്യം ചിലപ്പോൾ ഒരു ടൈ ഒക്കെ ആയിരിക്കും ആദ്യം ഇറക്കുക, പുരുഷന്മാരുടെ ടൈ, സിൽക്കിന്റെ ടൈ. പിന്നെ ഒരു കോട്ടിറങ്ങും, പിന്നെ പുതിയാപ്പിളയുടെ ഡ്രസ് ഇറങ്ങി തുടങ്ങും. പിന്നെ അത് സർവ്വസാധാരണം അല്ലേ. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, പട്ടുവസ്ത്രം പുരുഷൻ ഹലാലാണെന്നും വ്യഭിചാരം ഹലാലാണെന്നും പറയുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. വൽ ഖംറ വൽ മആസിഫ, വൽ ഖംറ, മദ്യപാനം, മദ്യപിക്കുന്നത് ഹലാലാണെന്ന് പറയുന്നവർ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് യസ്തഹില്ലൂന, ഹലാൽ വൽക്കരിക്കുന്നവർ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഹാദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത്, അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത്, അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉംറുൻ തുഷ്സഹ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ, കുറ്റകരമല്ലേ? ആർക്കാണ് സംശയമില്ലാത്തത്? അവിടെ നിന്ന് പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ വരാനുണ്ട് ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും, ഖസ്ഫുൻ ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും, വമസ്ഖുൻ മനുഷ്യരുടെ മുഖം പോലും കോലം മാറുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട്. വദാലിക, ഇത് സംഭവിക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, എൻ്റെ സമൂഹത്തിലെ ആളുകൾ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇൻടോക്സിക്കൻസ്, മയക്കുമരുന്നുകളടക്കം, മദ്യപാനമടക്കം എൻ്റെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അല്ലാത്തവരുടെയും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും, വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ, അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ, ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടുപാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താ? വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ. അവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ശിങ്കിടിമാർക്ക് പിമ്പുകളായി ജോലി ചെയ്തിട്ട് കാശ് കിട്ടണം. ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ ഇത്രയാണ് കമ്മീഷൻ, ഇന്ന VIP-കൾക്ക് കാഴ്ചവെച്ചാൽ അതിന് പകരം ഇത്ര. അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ ആളുകളെ കൊണ്ടുവരുന്ന സമ്പ്രദായം മുസ്ലിം ഉമ്മത്ത് നിർത്തിവെക്കണേ. മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. ഇത്തഖദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്, അത് എന്ത് മാപ്പിളപ്പാട്ടായിക്കോട്ടെ, എന്ത് പാട്ടുകളായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് പാടിക്കൊടുത്തോട്ടെ, മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാനുള്ളവരല്ല അവർ. അത് കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും, വിവാഹത്തിന്റെ ശ്രദ്ധയിലാണെങ്കിലും, നിക്കാഹിന്റെ ശ്രദ്ധയിലാണെങ്കിലും, എവിടെ ആയിക്കൊള്ളട്ടെ, അന്യ പെണ്ണുങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടി ഈ സമൂഹത്തിന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അൽ ഖസ് വൽ ഖദ്ഫ് വൽ മസ്, കോലം മാറിപ്പോകും മുഖത്തിന്റെ. ചരൽക്കല്ലുകൾ മഴവർഷിക്കുകയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അപകടം സംഭവിക്കും. വദാലിക, അതൊക്കെ നടക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, മദ്യപിക്കുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ്. വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അടിക്കുമ്പോഴാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്തരം കല്യാണത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? പറ്റില്ല എന്നാണ്. എപ്പോഴാ പോകാൻ പറ്റുക? നിങ്ങൾ അവിടെ ചെന്നാൽ ആ തെറ്റവരെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഇല്ലെങ്കിൽ പോകാൻ പോലും പാടില്ലെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട, അതിൽ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ, നല്ല നമ്മൾ 2 ചെറുപ്പക്കാരുടെ പാട്ട് പാടിയില്ലേ, എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, നല്ല അർത്ഥമുള്ള പാട്ട്. ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ്, നല്ല പാട്ടാണ്, മ്യൂസിക് ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ്, ഒരു കുഴപ്പമില്ലല്ലോ. മ്യൂസിക് ഉപയോഗിക്കരുത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത്, മദ്യപിക്കരുത്. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തരുന്നതിലുണ്ട്. ഖതീഅത്തുർ റഹ്മി, മനുഷ്യൻ കുടുംബബന്ധം മുറിക്കുന്നത് ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന്. എന്തൊരത്ഭുതം! പിതാവിനോട് മകൻ മിണ്ടുന്നില്ല. എന്തേ വിഷയം എന്നറിയോ? വാപ്പ ജ്യേഷ്ഠൻ എന്തോ കൊടുത്തു, അവന് കൊടുത്തിട്ടില്ല. ഉമ്മയോട് പിണക്കത്തിലാണ്. എന്തേ? ഉമ്മ എന്തോ ജ്യേഷ്ഠത്തിക്ക് എഴുതി കൊടുത്തു, അനിയത്തിക്കൊന്നും കിട്ടിയില്ല. എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില. എന്തേ അറിയോ?
പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു 1/2 സെന്റ്, ഒരു 1/2 അടി വിട്ടുകൊടുക്കാൻ എളാപ്പ തയ്യാറായിട്ടില്ല. കുടുംബം പിണക്കത്തില. ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ 1/2 അടി കൊണ്ട്, ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ മനുഷ്യൻ ദുൽമ് ചെയ്യാം. സമ്പത്തിന്റെ പേരിലാണ് ഇന്ന് പിണക്കങ്ങൾ മുഴുവനും. നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റിപ്പോകുന്നത്, പിണങ്ങിപ്പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ഖതീഅത്തുർ റഹിം, ജ്യേഷ്ഠനും അനുജനും മിണ്ടുന്നില്ല, വാപ്പയും മക്കളും മിണ്ടുന്നില്ല, ഉമ്മയും മക്കളും മിണ്ടുന്നില്ല. ബന്ധം ഉലക്കുകയാണ്, ബന്ധം മുറിക്കപ്പെടുകയാണ്. ഖതീഅത്തുർ റഹിം. എന്തിന്? സമ്പത്തിന്റെ പേരിൽ. ആർക്കാണിത് വേണ്ടത്? ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത്? അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശിനെ തൂങ്ങിപ്പിടിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് റഹിം, കുടുംബ ബന്ധം. അല്ലാഹുമ്മ ഹാദാ മഖാമുൽ ആഇദ് മിനൽ ഖതീഅ. അല്ലാഹുവേ, കുടുംബ ബന്ധം എന്നെ മുറിച്ചു കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ. ഞാൻ എന്ന കുടുംബ ബന്ധം മുറിക്കപ്പെടാതെ നീ കാവൽ തരണമെന്ന് അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവാണ് പറഞ്ഞത്, കുടുംബ ബന്ധമേ നിനക്ക് പോരെ അൻ അസ്വില മൻ വസലകി, നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും, ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത്, കുടുംബ ബന്ധം ആര് മുറിക്കുന്നുവോ, തെറ്റുന്ന പിണക്കമുള്ള വാക്കുകൾ ആര് പറയുന്നുവോ, ആരാണോ മാതാപിതാക്കളെ, മക്കളെ, കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനുള്ള പണിയെടുക്കുന്നത്, അത്തരക്കാരോട് അല്ലാഹു മിണ്ടുകയില്ലെന്നും കുടുംബ ബന്ധത്തിന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് റളീതു യാ റബ്ബി, എനിക്ക് പൊരുത്തമായി പടച്ചവനെ എന്ന് കുടുംബ ബന്ധം പറഞ്ഞത്. സ്വഹീഹായ ഹദീസല്ലേ അത്? ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം, ചോരബന്ധം. അവരോട് ബന്ധം ചേർക്കുന്തോറും ആയുസ് വർദ്ധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ, സമ്പാദ്യത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരും. എത്ര വ്യക്തമായ ഹദീസാണ്. മനുഷ്യൻ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അതിലൊരു മാറ്റം വരണമെങ്കിൽ രണ്ട് വിഷയം ചെയ്താലേ അല്ലാഹു മാറ്റുള്ളൂ, അല്ലെങ്കിൽ അല്ലാഹു മാറ്റൂല. ആയുസ് നീട്ടിത്തരയണമെങ്കിൽ 2 കാരണമേ ഉള്ളൂ. ഒന്ന്, മാതാപിതാക്കളെ പൊരുത്തപ്പിടിക്കുക, മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്കുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. രണ്ടാമത്തേത്, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. ഇത് ചെയ്താലേ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കെ നമുക്ക് നിശ്ചയിച്ച ആ കുടുംബ ബന്ധത്തിൽ ഒരൽപ്പം അള്ളാഹു നീട്ടിത്തരയണമെങ്കിൽ ഈ 2 കാരണങ്ങളേ ഉള്ളൂ. വേറെ ഒന്നുകൊണ്ടും അള്ളാഹു ആയുസ് നീട്ടിത്തരൂല. എല്ലാവർക്കും ആയുസ് നീളണ്ടേ? അതിനല്ലേ ഇപ്പോ ആശുപത്രിയിലേക്ക് ഓടുന്നത്, അതിനല്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു കൊടുക്കണത്. മക്കൾ ഒപ്പിട്ട് കൊടുക്കുക, എന്തായാലും വാപ്പ ഒന്ന് രക്ഷപ്പെടട്ടെ, 2 ദിവസം കൂടെ വാപ്പ ജീവിക്കട്ടെ, 1 മാസം കൂടെ. അള്ളാഹുവിന്റെ റസൂല് പറ, ഇതൊക്കെ കിട്ടണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ അശറാത്തിസ് സാഅതി, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി. തഖ്വീനുൽ അമീൻ വഅ്തിമാനുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും, വഅ്തിമാനുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താൻ. അവൾ അങ്ങനെ പറഞ്ഞു, എവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ ഇവള് പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ ആൾക്കാർ. എന്താ? ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ്. അഡ്വക്കേറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽഖി പറയുന്നത്. തഖ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ. എന്താ ഇതിനർത്ഥം?
നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ ജയിപ്പിക്കൽ നമ്മൾ ഏറ്റു. തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ? നേരെ ഓപ്പോസിറ്റാ നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്. മനുഷ്യരത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഖുർആനിന്റെ ഹദീസിലുണ്ടോ എന്നല്ല ചോദിക്കുക, വാട്സപ്പിലുണ്ടല്ലോ. ഒരു ന്യൂസ് ഉണ്ടല്ലോ, വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്? ആരാ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ് നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യുള്ളൂ? ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്തോ നടക്കും. കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരു അന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ, നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഈ അഡ്വക്കേറ്റ്മാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ? പത്രസമ്മേളനം വിളിക്കലുണ്ടോ? നുണ പറഞ്ഞിട്ട് നുണ പറയാ, പച്ച നുണ പറയാ, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാ പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ളൊരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്കുക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എന്താണെന്നറിയോ? നമ്മുടെ അഭിനയക്കാർ, സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടി അങ്ങ് വിശ്വസിക്കും. പടച്ചോനെ, ഓള് മരിച്ചോ, ഇനിയിപ്പോൾ ഓൾക്ക് എന്താ നാളെ സംഭവിക്കുക? പടച്ചോനെ, ഓളെ പുതിയാപ്പിളോളെ ഒഴിവാക്കോ ഇല്ലേ? സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ. പടച്ച റബ്ബേ, ആ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ? സീരിയലുകാർ ഫുൾ സ്റ്റോപ്പ്. ഇത് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണിന്ന് കണ്ണുനീര് വരുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത്, പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും, നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അലിമീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹക്കുകൾ, സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ഇഅ്തിമാനുൽ ഖായിൻ വതഖ്വീനുൽ അമീൻ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ളുഹൂറു മൗത്തിൽ ഫുജ്അത്തി ഫിന്നാസ്, മനുഷ്യര് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ല. ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു, ആ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആള് കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയാണ് പത്രത്തിൽ വരാത്തത്? എത്രയാണ്? ളുഹൂറു മൗത്തിൽ ഫുജ്അത്തി ഫിന്നാസ്, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗത്തുൽ ഫുജ്അത്തി ഖൈറുൽ ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനത് ഖൈറാണ്. പെട്ടെന്നുള്ള മരണം. എന്തേ? മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അള്ളാഹു കൊണ്ടുപോയി. മുഅ്മിനാൻ, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അള്ളാഹുലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്.
പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തൊരു പ്രയാസാണ്. എന്തായിരിക്കും ആ മരണത്തിൽ? പെട്ടെന്നുള്ള മരണം, മൗത്തുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും വലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിന്റെ വീട്ടിൽ കാർ പോർച്ച്, ചുമരൊക്കെ മൂടി നിൽക്കുന്ന, ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, AC ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ. ഷട്ടർ താഴ്ത്തി, ആരും കാണൂലല്ലോ, പാതിര നേരം. സുബ്ഹാനല്ലാഹ്. പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാ മനുഷ്യന്മാർ കാണുന്ന. തുറന്നു നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ്. കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന 2 മനുഷ്യന്മാർ, അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. മൗത്തുൽ ഫുജ്അ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവർ വിചാരിച്ചത് ആരും അറിയില്ല. അല്ലാഹു തആല അവരെ പിടികൂടി. അല്ലാഹു പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക 2 പേരും. അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ അത്? മൗത്തുൽ ഫുജ്അ. ഒരു മനുഷ്യൻ തിന്മ ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോൾ മരിച്ചു. എത്രയാണ് കേൾക്കുന്നത്? ആക്സിഡന്റ് മരണം മൗത്തുൽ ഫുജ്അയാണ്, പെട്ടെന്നുള്ള മരണമാണ്. വണ്ടിടിച്ചു, മരിച്ചു. പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന്, ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും. അല്ലാഹുവേ, ഞാൻ ഇപ്പൊ രോഗിയായി കിടക്കുകയാണ് റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഇത് ചോദിക്കാൻ അള്ളാഹുവിനോടൊരു അവസരം പടച്ചതമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. തഖാറുബുസ് സമാൻ, സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്, സമയം പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചോനെ ഇന്ന് നേരം വെളുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച. യാ അല്ലാഹ്, എത്ര പെട്ടെന്നാണ് സമയം നടക്കുക. ഇന്നലല്ലേ ഇപ്പൊ ജുമുഅ നിസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. തഖാറുബുസ് സമാനി, സമയം അടുത്തടുത്ത് വരുന്നത്. ഇതിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം, മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ, വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രം എടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തരുന്നത് തഖാറുബുസ് സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈസ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ, എല്ലാം ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബുസ് സമാൻ, മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ്. തഖാറുബുൽ അസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ. തഖാറുബ്, അത് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. 3 ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട്. നെറ്റിൽ നമുക്ക് sook.com ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. ആമസോൺ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിലെ പച്ചക്കറിക്കാരൻ പച്ചക്കറി സാധനം എന്താ, അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു. ആളുകളുടെ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി.
ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖറബ തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക. അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാചല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു. അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത് അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് അതൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞങ്ങൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്, അമ്മയെക്കുറിച്ചാണ്. തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ ലക്ലതു ഇലാ ഖസ്വഅതിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വിശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചു കൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം. എല്ലാവർക്കും മുസ്ലിമിനെ വേണം, എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം. ഇസ്ലാമിനോടൊരു വൈരാഗ്യം, ഇസ്ലാമിനോടൊരു ദേഷ്യം, മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം, ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ? ഇസ്ലാം. ആരെങ്കിലും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയലുണ്ടോ? ഇപ്പൊ ടെററിസം ആകട്ടെ, ബോംബിംഗ് ആവട്ടെ, ഹറാസ്മെന്റുകളാകട്ടെ, സീസ് ചെയ്യപ്പെടുന്നതാകട്ടെ, സൂയിസൈഡ് ബോംബുകളാകട്ടെ, ലോകത്തിന്റെ ഗതി മാറ്റുന്ന പൊളിറ്റിക്സ് ആവട്ടെ, മുസ്ലിം മുസ്ലിം ഇസ്ലാം, ഇസ്ലാം മുസ്ലിം ഖുർആൻ. ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റരിക്കണമെന്ന് പറയണ്ടോ? ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഏതെങ്കിലും മറ്റു മതവിശ്വാസത്തെ കുറിച്ച് ലോകത്ത് ചർച്ചയുണ്ടോ? ഇന്ന് ഹോട്ട് ടോപ്പിക്, ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ്. മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ്. ഇന്ന് ആർക്കും ചർച്ച അതാണ്, മീഡിയകളൊക്കെ ചർച്ച അതാണ്. പത്രക്കാരുടെയും മീഡിയക്കാരന്റെയും ഫോക്കസ് മുസ്ലിം ഉമ്മത്ത്. അവരെ എന്തെങ്കിലും കിട്ടുമോ, അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ, ഇത് നോക്കി നടക്കുന്ന കാലം. തദാഅ അലൈക്കുമുൽ ഉമം, സർവ്വ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? തങ്ങൾ പറഞ്ഞില്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല, നിങ്ങൾ ധാരാളമുണ്ട്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ, അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചു പോകുന്ന ചെണ്ടുകളും ചവറുകളുമാണ്. നിങ്ങൾ അങ്ങത്തിലൊക്കെ ധാരാളമാണ്. മുസ്ലിമീങ്ങളുടെ കാനേഷുമാര് കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകളല്ല പോലും പുറത്തുവിടുന്നത്. എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്തേ? ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്കിൽ നിങ്ങളും പോവാൻ. ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. എങ്ങോട്ടാണ് ലോകം ഒഴുകുന്നത്, ഞങ്ങളും അങ്ങോട്ട്.
നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തു കളയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ തന്നെ വടക്കുത്തയച്ചിട്ടു, പിന്നെ മിണ്ടാണ്ടല്ല. സയ്യിദ് വരുന്നുണ്ട്, ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്. ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരുന്നു, അത് അല്ലാഹു എടുത്തു കളയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹൻ എന്ന് പറയുന്ന അസുഖം അല്ലാഹു ഇട്ടുതരും. വഹൻ. ഖാലൂ മൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയ, ധാരാളം പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരികയും, ധാരാളം പൈസ ഉണ്ടാക്കണം, ധാരാളം പൈസ വേണം, ഇതല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. പൈസ ഉണ്ടാക്കണം, ഇതല്ലാത്തവർ എന്ത് ചിന്ത, എന്ത് ചർച്ചയാണ് നടക്കുന്നത്? പൈസ ഉണ്ടാക്കണം, പൈസ വേണം, കാശുണ്ടാക്കണം എന്നല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. പൈസയോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ്. പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു നിൽക്കും. എന്ത് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് ആ നഷ്ടം, അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട, സഹിച്ചോളാം, ഞങ്ങൾ റെഡി, എന്തിനും നിന്ന് കൊടുക്കും. എന്തേന്നറിയോ? ഒരു അപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എന്റെ കച്ചവടം പൊളിയും, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ വരുമാനം. ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും. തദാ അലൈക്കുമുൽ ഉമം. അത് മാത്രമല്ല, മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും കോലം കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിന് സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു. ഹദ്വൻ നഅലി ബിൻ നഅലി, ചെരുപ്പ് ചെരുപ്പിനോളം യോജിക്കുന്ന പോലെ. വലതും ഇടതും ചെരുപ്പ് ഒരേപോലെ ആവണ്ടേ? അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിനും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ശിബ്റൻ, ദിറാഅൻ ദിറാഅൻ, മുഴത്തിന് മുഴമായി, ചാണിനു ചാണായി. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് പറഞ്ഞാൽ ആരാ? പാശ്ചാത്യന്മാർ. അമേരിക്കക്കാരനും യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസെസ്റ്റ് എന്ന് പറയാ, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം സെക്ഷൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇൻസെസ്റ്റ്. അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിൽ ഉണ്ടെങ്കിൽ, ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത്, ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത്, വ്യഭിചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെ? കള്ളു കുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ സ്വന്തം മോൾ ഏതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ? പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത്, വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത്, അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ മാഗസിനുകൾ ഉണ്ടാക്കുന്നത് എന്തിന്? കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ. അതവർ ചെയ്താൽ ലകാന മിൻ ഉമ്മതി മൻ യസ്നഉ ദാലിക, അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചില്ലേ? പത്രങ്ങൾ കാണുന്നില്ലേ? ന്യൂസുകൾ കേൾക്കുന്നില്ലേ? പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിൽ
അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ? പുറം നാട്ടുകാർ അറിയാത്തത് ഓരോ മഹല്ലിന്റെയും സ്വകാര്യം, ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ? നിങ്ങൾ പിൻപറ്റും സനനമൻ കാന ഖബലക്കും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലൂ ജുഹറ ദുബ്ബിൻ തബിഅ്തുമൂഹും. ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഇല്ല. അനിസ്ലാമികമായത് അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്ത് കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീതെന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു മഹാത്ഭുതം പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച്, കാറുകളെ കുറിച്ച് ഉലമാ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ്. കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ല, കാർ ഹറാമെന്നല്ലേ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. സയകൂനു ഫീ ആഖിരി ഉമ്മത്തി عن عبد الله بن عمرو رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم. അവിടെന്ന് പറയുമായിരുന്നു സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വരാനുണ്ട് റിജാലുൻ, ചില ആളുകൾ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ കട്ടിലുകൾ പോലെ കസേരകൾ വെച്ചത്, ഒട്ടകത്തിന്റെ കസേര പോലെ, ഒട്ടകക്കട്ടില് പോലെ, അലാ സുറൂജിൻ, പരവതാനികൾക്ക് മേൽ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ കസേരകൾ വെച്ചതിൽ കയറുന്നവർ യർകബൂന. അന്ന് കാറിനെ പറ്റി പിന്നെ എന്താ പറയാ? അവര് വാഹനം കയറും. അലാ സുറൂജിൻ, ചില കാർപ്പറ്റുകളുടെ മേൽ. കഅശ്ബാഹിർ റിഹാലി, ആ കാർപ്പറ്റ് എങ്ങനെയാണ്? ലെതറുകൾ. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ സുറൂജ്, വിരിപ്പുകളാണ്. ഇങ്ങനത്തെ വിരിപ്പുകളാണ്. കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള മിനുത്ത സീറ്റുകളുള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്നവർ യർകബൂന, അവർ കയറിയിരിക്കും. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനത്തെ ഇറങ്ങുന്നത്. പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ വന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട്. എങ്ങനെ? വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ അലാ റൂസുഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ. തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. പറഞ്ഞ വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഉലമാ പറയാ കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്. നമുക്കറിയില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു
ഒട്ടകക്കട്ടില് പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ, യൻസിലൂന അവര് വന്നിറങ്ങും എന്ന് പറഞ്ഞ വാഹനമാണ്. അതുകൊണ്ട് യൻസിലൂന അല അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ വാതിലുകളിൽ വന്നവർ ഇറങ്ങും. ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്ത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ്, മക്കള് പോകുന്ന പള്ളിയിലേക്കാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ, ശരീരം മറക്കാത്തവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ, അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല, ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ തലയുടെ മുകളിലേക്ക് മുടിക്കെട്ടുകൾ വലിച്ചു കെട്ടുകയും അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ ഇൽഅനൂഹുന്ന, നിങ്ങൾ അവരെ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി. ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ലഖദംന നിസാഉകും നിസാഅഹും, അറബി പെണ്ണുങ്ങൾ അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും. ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവരൊക്കെ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമെന്നാവോ അല്ലാഹു ആലം. തങ്ങൾ പറയാ, അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും. അവരുടെ വിഷ്കാരമാർ, അവരുടെ ഖാദിമത്തുകൾ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട്. ഏതുപോലെ കമാ യഖ്ജുംനകും നിസാഉൽ ഉമമി ഖബ്ലകും, അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ. അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ? അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനുകള്, ഇന്തോനേഷ്യക്കാർ, മലേഷ്യക്കാർ, എത്യോപ്യക്കാർ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ, അനർബികളായ ആളുകൾ, അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനർബികൾക്ക് വേലക്ക് വരുന്ന കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങോട്ടാ പോകാൻ പോണത്? എന്നിപ്പോ ഈ പെട്രോൾ ഡീസൽ ഉണ്ടാവോ? തിൽക്കൽ അയ്യാമു നുജാവിലുഹാ ബൈനന്നാസ്, അല്ലാഹു എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നെന്നും ഐശ്വര്യം കൊടുക്കൂല. കുറച്ചു കാലം പിന്നെ വേറെയുള്ളവർക്ക് കൊടുക്കും, അവരിന്ന് എടുത്തിട്ട് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ അല്ലാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത്, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം, പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടേത് പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത്. അയ്യുമംറഅത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീവേഷം കെട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലാപരിപാടികൾക്കാകാം, ഗാനമേളകൾക്കാകാം, മോണോ ആക്ടുകൾക്കാകാം, നാടകങ്ങളിലേക്കാകാം. പുരുഷന്മാർ പെണ്ണിന്റെ കോലം, ആൺകുട്ടികൾ പെൺകുട്ടികളായും പെൺകുട്ടികൾ ആൺകുട്ടികളായും സ്ക്രീനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് എത്ര ഗൗരവത്തിലാ തങ്ങൾ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്നൊരു വിഷയം, തസദ്ദുറുസ് സുഫഹാഇ, വിവരമില്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക. ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ? മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ. ഹദീസ് നോക്കൂ, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് സിനൂന ഖദ്ദാഅ, മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട്. യുത്തഹമു ഫീഹൽ അമീനു വയുതമനു ഫീഹൽ മുത്തഹമു വയന്തിഖു ഫീഹർ റുവൈബിള, നുണ പറയുന്നവരെ വിശ്വസിക്കപ്പെടുകയും സത്യസന്ധത പറയുന്നവരെ അവിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം.
വയന്തിഖു ഫീഹ റുവൈബിള, റുവൈബിളകളായിരിക്കും അന്ന് സംസാരിക്കുക. അവർ ചോദിച്ചു, വമർ റുവൈബിള, ആരാണ് നബിയേ റുവൈബിള? ഖാല അസ്സഫീഹു യന്തിഖു ഫീ അംരിൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിൽ വിവരമില്ലാത്ത മനുഷ്യന്മാർ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിഷയം, പർദ്ദ ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത്, മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത്, മുസ്ലിം പേരുള്ള ചില വിഡ്ഢികൾ പറയുന്ന കാലം. സഫീഹ് പറയാ, വിവരക്കേടുകൾ പറയുക. ഫീ അംരിൽ ആമ്മ, സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെക്കുറിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചാനലുകാരന്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? പണ്ഡിതന്മാരല്ല, ആലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല. റുവൈബിള, ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അതോറിറ്റി ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ കാര്യം പറയാൻ അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാളിന് മുമ്പ് വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും. അറിയുന്നവര് മാത്രം, പരിചയക്കാരോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവരോട് മിണ്ടൂല. മുസ്ലിമാണെന്നറിയാം, അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്നറിയാം, ഇറങ്ങി വരുന്ന പള്ളിയിലാണ്, പക്ഷെ മിണ്ടൂല. ലിൽ മഅരിഫ, തന്റെ കൂടെയോ കൂട്ടത്തിലോ ഉള്ള ആളല്ല എന്ന് തിരിയുമ്പോൾ, തന്റെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, തനിക്ക് മിണ്ടിക്കൂടാ എന്ന ഒരു ശാഠ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ, മുസ്ലിമായ ഒരു മനുഷ്യനോട് സലാം പറയേണ്ടിടത്ത് സലാം പറയാതെ യകൂനു അത്തസ്ലീമുൽ ഖാസ്, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം സലാം പറയാം, അല്ലാത്തവര് പറഞ്ഞ മടക്കൂല. അങ്ങനത്തെ കാലം സംഭവിക്കാൻ പാടില്ല മുസ്ലിമേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയേണ്ടവരാണ്. അവിടുന്ന് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശറാത്തിസ് സാഅ അൻ യുസല്ലിമ അർ-റജുലു അലർ റജുലി ലാ യുസല്ലിമു ഇല്ലാ ലിൽ മഅരിഫ, അവൻ അറിയാം, അയാളെ പരിചയമുണ്ട്, അതുകൊണ്ട് മാത്രം പരിചയമില്ലാത്തവരോട് സലാം പറയില്ല, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും. അങ്ങനെ ഒരു സംഭവം ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്. പിന്നെ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്നത്, പൈസ കിട്ടിയാൽ മതി, ഹലാലായ ബിസിനസ് ആണോ ഹറാമായ ബിസിനസ് ആണോ എന്ന് നോക്കാത്തത്. യഅതി അലന്നാസി സമാനുൻ, മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, എവിടെന്നാണ് പൈസ കിട്ടിയത് എന്ന് നോക്കൂല. അമ്മിനൽ ഹറാമി അമിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പൈസ കിട്ടിയത് എന്ന് നോക്കാത്ത കാലം. ഉലമാ പറയുമായിരുന്നു, നമ്മുടെ മുൻഗാമികളിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന നേരത്ത് വാതിൽ തുറന്നു കൊടുത്ത് ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പറയുമായിരുന്നു, യാ അഖി യാ സൗജി, എന്റെ സഹോദര, എന്റെ ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോയി ഹറാമായത് എനിക്കോ എന്റെ മക്കൾക്കോ കൊണ്ടുവരരുത് കേട്ടോ. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലൻ നാർ, പട്ടിണി കടന്ന് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു, ദാഹിച്ച് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, പക്ഷെ ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് നരകം നാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ഭർത്താവേ, ഹലാല് മാത്രമേ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിപ്പിക്കാവൂ എന്ന് അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്നെങ്ങനെ പറയാ? എനിക്ക് 4 പവന്റെ വള വേണേ, എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിക്കോ. അമിനൽ ഹലാലി അമിനൽ ഹറാമി, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് നോക്കാതെ പൈസയുണ്ടാക്കാൻ മനുഷ്യൻ കച്ചകെട്ടി ഇറങ്ങുന്ന കാലം. യഅതി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട്.
ലാ യുബാലിൽ മർഉ, ഒരാൾ പ്രശ്നമാക്കാറേ ഇല്ല, മാ അഖദ മിൻഹു, എവിടെന്നാണ് സമ്പാദിച്ചതെന്ന്, അമിനൽ ഹറാമി അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും. അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത്, ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത്, പലിശ ബാങ്കുകളിൽ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ധരിക്കുന്നതോ, ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ. അങ്ങനെയല്ല പറയാ, എല്ലാവരും ചെയ്യണില്ലേ, എല്ലാവരും ചെയ്യുന്നില്ലേ, എല്ലാവരും ചെയ്യുന്ന ഹലാലാവോ? പുര കെട്ടാൻ വേണ്ടി 5 സെന്റോ 10 സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു, പണയപ്പെടുത്തി. ബാങ്കുകാരന് 10 ലക്ഷം 50 ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി. 10%, 8%, ഇനി 0.5% ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി, അത് ഹറാമല്ലേ? ആ ഹറാമിന്റെ പൈസ കൊണ്ടാണ് തറ കെട്ടിയത്, അതുകൊണ്ടാണ് ചുമര് വെച്ചത്, അതുകൊണ്ടാണ് മണൽ വാങ്ങിയത്, അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത്, അതുകൊണ്ടാണ് കരാറുകാരന് പൈസ കൊടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത്, ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത്. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് 2 കൊല്ലം കൊണ്ട് എന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ? അല്ലേ? എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ്ണെ ഭർത്താവിനോട് ലോൺ എടുക്കാൻ നീ തലയണ മന്ത്രം പറഞ്ഞത്. നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര, നിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. അള്ളാഹുവിന്റെ സഹായം അല്പാൽപമായി അള്ളാഹു തരുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകൾ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഖൈറുണ്ടാവുക? ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിലെ മക്കൾ കൊലപാതകളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരിക? കല്യാണം കഴിക്കുന്ന നേരത്ത്, വിവാഹം നടക്കുന്ന സമയത്ത് അവനവന് വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണ് തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ, ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അള്ളാഹു ഇത് പൊറുക്കുമോ? പലിശ ഏർപ്പാടുകൾ, പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ, സൽക്കാരം നടത്താൻ ഭർത്താവ് ഗൾഫ് നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ 2 ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ, നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ, എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം. അത് കാണുന്ന ആളുകൾക്ക് ഹറാമ് തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും. അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്. 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000. അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം. അല്ലേ? പൈസയല്ലേ വരുന്നത്, ലാഭത്തിനുമേ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ, വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം. പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം, ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ? അത് തിരിച്ചു വാങ്ങിച്ചോളൂ.
നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ? അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ ഇസ്ലാമിന്റെ ഖജാന പോലെ ബൈത്തുൽ മാൽ പോലെയാണെന്ന് വഅദ പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു പുറത്തു തരുന്നത്? എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം. വാഹനം നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ? യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ? ഗത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ. അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ്, ഹലാലാണത്. അതിലേറെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ? سيأتي على الناس زمان لا يبالي ما أخذ منه أمن الحلال أم من الحرام. കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ, പണ്ഡിതന്മാരോടൊന്ന് കൂടിയാലോചന ചെയ്യാതെ, ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ, എമ്പാടും വരട്ടെ, ഹലാലും ഹറാമും പ്രശ്നമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം, ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റം വരണം സഹോദരിമാരെ, മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ. സമ്പത്ത് ശുദ്ധമാകാതിരുന്നാൽ അപകടമല്ലേ? യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ. എത്രയോ ആളുകൾ അഗ്ബറ അശ്അസ, മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം പൊടിപുരണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഏതോ ഒരു ത്യാഗി വരിനെ പോലെ കാണുന്ന ആളുകൾ യാ റബ്ബി യാ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അവർക്ക് അല്ലാഹു ഉത്തരം തരുക? മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ്, കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. എല്ലാം ഹറാമായിരിക്കെ എങ്ങനെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. വട്ടി പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് ഇനി പറയാനുണ്ടോ? പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ? ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് അക്കൗണ്ടുകൾ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെയോ മറ്റോ ഏർപ്പാടുകൾ മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുക? എന്താണ് ഹദീസ്? കുല്ലു ലഹ്മിൻ, ഏതൊരു ശരീരവും നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് പരിപോഷണം ലഭിച്ചത്, ഹറാമിൽ നിന്ന് കുടിച്ചത്, ഹറാം തിന്നു വളർന്നത്, അങ്ങനത്തെ ശരീരം അന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ നരകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ബു തഹർരി റിസ്ഖിൽ ഹലാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം കൂടെ. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, അന്ത്യനാളിന്റെ അടയാളത്തിൽ പറഞ്ഞൊരു സംഭവമാണിത്. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, പിശാചുക്കൾക്ക് വേണ്ടി ഒരു ഒട്ടകവും പിശാചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ, തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു, അത് ഉപയോഗിക്കുന്നേ ഇല്ല, അത് പാർക്കിങ്ങിൽ കിടക്കുകയാണ്, അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഉദാഹരണം പറയാം.
അവൻ ഉപയോഗിക്കുന്നത് അവന് ഹലാലാണ്. ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക? അശ്ശയാത്വീൻ, പിശാചുക്കളാണ്. ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് പിശാചാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനത്തെ കാലം വരും. വീട് ഒന്നുണ്ട് താമസിക്കാൻ, എവിടെയോ മറ്റൊരു വീട്, ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ്, ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്നുണ്ടോ? ഇല്ല, പൂട്ടിട്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത്? അശ്ശയാത്വീൻ, പിശാചുക്കളാണ്. പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും. നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല, അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത്. വാഹനം എക്സ്ട്രാ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നുമല്ല, വെറുതെ കിടക്കുകയാണ്. പിശാചിന് വേണ്ടി ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒരു വാഹനം. പിശാചിന് വേണ്ടി ഒരു വീടും. വീട് പൂട്ടിപ്പോവാ, അകാരണമായി വീട് പൂട്ടിപ്പോവാ. ഇപ്പൊ ഈ ഗൾഫുകാർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണത്. ഫാമിലി സഹിതം അവിടെയാണ്. ഇപ്പൊ ഇവിടുത്തെ വീട്ടിൽ ആരുമില്ല, പൂട്ടിപ്പോവാണ്. ആരാ പിന്നെ അവിടെ താമസിക്കുക? പിശാചുക്കളാണ്. പിശാചുക്കളാ താമസിക്കുക. പിശാചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത്, ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يكون قوم يخضبون في آخر الزمان بالسواد كحواسل الحمام لا يريحون رائحة الجنة. മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറുപ്പ് പുരട്ടുന്നവർ, മുടി കറുപ്പിക്കുന്ന ആളുകൾ, ബിസ്സവാദി കഹവാസുലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, അഹ്മദ്, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രായമായ ആ മനുഷ്യനെ അഷ്റഫുൽ ഖൽഖിന്റെ ടെന്റിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു, ഹല്ലാ തറക്തുമുശ് ശൈഖ ഫീ റഹ്ലിഹി ഫആതീഹി, ആ മനുഷ്യനെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല നബിയെ, സാരമില്ല, നിങ്ങളാണല്ലോ നബിയെ, നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത്. നബിയേ, എന്റെ വാപ്പ അബൂ ഖുഹാഫ കലിമ ചൊല്ലി മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അവസാന ഘട്ടത്ത് തലമുടി അമ്പാടും നരച്ച് തിളങ്ങുന്ന സമയത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മഹാനായ സുഹാബിയുടെ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ, ബഹുമാനപ്പെട്ടവരുടെ തല നിങ്ങൾ ആ വെളുപ്പ് നിറം ഒന്ന് മാറ്റിക്കൊടുക്കണം. വജന്നിബുസ് സവാദ വജ്തനിബുസ് സവാദ, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം. വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട, കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബൂ ഖുഹാഫയെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, സിദ്ദീഖ് തങ്ങളുടെ വാപ്പയെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത്. യകൂനു ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടി കറുപ്പിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖില്ലു ഇഖ്ബാലുൻ നാസി അലാ ത്വാആതി വൽ അമലി ലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും
ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ആഖിറത്തിനുള്ള അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുന്യാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു തആല ആഖിറത്തിന് ഒരുങ്ങാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. ദുന്യാവ് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഇടമാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ആഖിറം ലക്ഷ്യം വെക്കാതെ ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്ക് വർദ്ധിക്കുമെന്നാണ്. പിശുക്ക് വർദ്ധിക്കും. യുൽഖശ്ശുഹു, പിശുക്ക് വർദ്ധിക്കും. യതഖാറബു الزمان وينقص العمل ويلقى الشح ويكثر الحرج. മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂല. അല്ലേ, ഒരു പാട്ടപ്പിരിവ് വന്നു, ഒരു ബക്കറ്റുമായി വന്നു. എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജനത്തിനിരിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ 1000-1 പോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ, നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വഅദിന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക്. അപ്പൊ പൈസ ഇല്ല, കൊടുക്കാൻ തരമില്ല, മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല, കൈ അഴയുന്നില്ല. ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും. മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം. 10 രൂപ 20 ആക്കിയാൽ 20-50 ആക്കിയാൽ പ്രശ്നം. ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ, സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക്, യുൽഖശ്ശുഹു, പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ മാലുൽ ആമ്മു നഹ്ബതൻ ലിൽ ജമീഅ ലാ യതവറഊന അൻ നഹ്ബിഹി വൽ ഗില്ല് മിൻഹു. എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ്, സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ്, യതീം മക്കളുടെ തലയെണ്ണത്തിന്റെ പേര് പറഞ്ഞ് എമ്പാടും പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത്. സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത്? ആർഭാടത്തിന്റെ ജാഥകൾ പോകുന്നത്, ആർഭാടം കാണിക്കുന്നത്, ലക്ഷറിക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ കീശയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു കളയുന്നത്. ലാ യതവറഊൻ, പൊതുമുതൽ ഉപയോഗിക്കാൻ വറഅോ സൂക്ഷ്മതോ ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനേ, പോലീസുകാർ വർദ്ധിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളത്തിലുണ്ട്. ഷുർത്ത തന്നെ പേര്. ഗൾഫ് പോയവർക്ക് അറിയാം ഷുർത്ത എന്ന് പറഞ്ഞാൽ പോലീസാണ് അല്ലേ. പോലീസുകാർ വർദ്ധിക്കുന്നത് എന്താ കാരണം എന്നറിയോ? നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. പോലീസുകാരെ വിനയിക്കുന്നത് കൂടുന്നത്. അതിനർത്ഥം എന്താ? പോലീസുകാരെ മോശക്കാരല്ല, കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി വരിക. കുഴപ്പക്കാർ കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്. കലാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ, മർക്കട മുഷ്ടിയുള്ള ആളുകൾ നാട്ടിൽ വർദ്ധിക്കുന്ന സമയം നിയമപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. തക്സുറശ്ശുറത്തു, പോലീസുകാർ വർദ്ധിക്കുന്ന കാലം. അഷ്റഫുൽ ഖൽഖിന് ബോഡി ഗാർഡുകളുണ്ടോ? ഉമർ ഫാറൂഖ് തങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന് കരിമ്പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാദസേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? യാതൊരു പേടിയുമില്ലാതെ അറേബ്യയിലുടനീളം ഒറ്റക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികാരികളല്ലേ അവർ? കാലൊക്കെ മാറിയില്ലേ?
സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ പോലീസിന്റെ വിന്യാസം വർദ്ധിപ്പിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു ജല്ല ജലാലു ഈ റസൂലിന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും ഏതൊരു അല്ലാഹുവാണോ വിവരം പറഞ്ഞു കൊടുത്തത് ആ റബ്ബല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ നാവിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരച്ചു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം വിൽക്കപ്പെടുന്നത്, അധികാരം വിൽക്കപ്പെടുക. എന്താ അർത്ഥം അറിയോ? തുനാലുൽ മനാസിബു ബിർരിശ്വതി, കോഴ കൊടുത്തിട്ട്, കറപ്ഷൻ, കോഴ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത്, സീറ്റുകൾ മറിച്ചു വെക്കുന്നത്, വോട്ട് കച്ചവടം ചെയ്യുന്നത്, കോഴ വാങ്ങിയിട്ട് ബിർരിശ്വ, കോഴ വാങ്ങുന്നത്, കറപ്ഷൻ ചെയ്യുന്നത്, ഏതിനും കൈക്കൂലി കൊടുക്കുന്നത്, കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം. ബൈഉൽ ഹുക്മി അൽ-ഇസ്തിഖ്ഫാഫു ബിദ്ദം, ചോരക്ക് വിലയില്ലാതെയാകുന്നത്, ചോരക്ക് വിലയില്ല. മുഅ്മിനായ മനുഷ്യനാണോ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, മനുഷ്യന്റെ വിലക്ക് ചോരക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ. മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട്. അൽ-ഇസ്തിഗ്ഫാഫു ബിദ്ദമി എന്ന് പറഞ്ഞാൽ എന്താ? വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം. ചോരക്ക് അവർക്ക് വിലയുണ്ടോ? കാട് വെട്ടുന്ന പോലെയല്ലേ, ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത്? ഇസ്തിഗ്ഫാഫു ബിദ്ദമി, ചോരക്ക് വില കൊടുക്കാതെ. എന്തിനാ വില? കാല് മുറിച്ചാൽ ഇത്ര, കൈ മുറിച്ചാൽ ഇത്ര, തല വെട്ടിയാൽ ഇത്ര, കൈയും കാലും മുട്ടി മൂലക്കിലിട്ടാൽ ഇത്ര. കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ കച്ചവടത്തിനിറങ്ങുന്നത് അൻ തുശാരികൽ മർഅതു സൗജഹാ അൽ അമല വത്തിജാറ, പെണ്ണുങ്ങൾ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകുന്നത്. ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ, ഞാൻ പോയിട്ട് ക്യാഷിലിരിക്കാം. ആര് പറയാ? പെണ്ണ് പറയാ. ഭർത്താവ് ഏതായാലും ജോലിക്ക് പോവല്ലേ ഗൾഫില്, മക്കൾ സ്കൂളിലേക്ക് പോയി, എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ. പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലേ പിന്നെ അവർ ഇതിൻ്റെതാണ് നിങ്ങളതാന്ന് പറയാൻ തുടങ്ങും. ഇതിൻ്റെത്, ഈ പൈസൻ്റെത് ഇത് നിങ്ങളത്. ആണുങ്ങളത് പറയൂല. എത്ര കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നറിയോ? ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ. നല്ല അച്ചടക്കത്തിൽ ജീവിച്ച കുട്ടികളാ, അച്ചടക്കത്തിൽ ജീവിച്ച കുടുംബ. അവൾക്കൊരു മോഹം ജോലിക്ക് പോകണമെന്ന് ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്തു ഭർത്താവേ. എന്നിട്ട് പിന്നെ അവൾ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി. പിന്നെ അവൾ എന്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യ, എന്റെ മുതലെടുത്ത് ദൂർത്തടിക്കാൻ തുടങ്ങാൻ. വാപ്പാക്ക് നാട്ടിക്ക് കത്ത്, പെണ്ണിന്റെ വക ഫോൺ. കുടുംബം തകർന്നു. ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല ശർഅ് പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം മസ്അല. ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ, അവൾക്ക് താല്പര്യമുണ്ട്, അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി, ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം. ഭർത്താവിന് ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത്. അവൾക്ക് ഇഷ്ടമുണ്ട്, ഹലാലായ ജോലിയാണ്, ഹറാമിന്റെ സാഹചര്യങ്ങളില്ല, അവൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിലേക്ക്, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട്. ഫുശൂഉത് തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്. കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം, എവിടെയും കച്ചവടം. വാത് കേൾക്കാമെന്നാലും കച്ചവടം, ഉത്സവത്തിനും കച്ചവടം, മാമാങ്കത്തിനും കച്ചവടം, എല്ലായിടത്തും കച്ചവടം. കച്ചവടം വർദ്ധിപ്പിക്കുക, മനുഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും. കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും.
പെണ്ണും പോവും കച്ചവടത്തിന് ഭർത്താവിന്റെ കൂടെ, ഷോപ്പിലേക്ക്, അവരുടെ ഫാക്ടറിയിലേക്ക്, അവരുടെ ഓഫീസിലേക്ക്. ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. പെണ്ണെ, നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ, നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല. ഭർത്താവിന് വയ്യാ കിടപ്പാണ്, അവൾക്ക് ജോലിയുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോഴാണ് ശറഅ് നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത്. നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണെ, നീ പോകുന്ന വഴിയിൽ, നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ, നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ, നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ്, നിന്റെ മുമ്പിൽ കയറിപ്പോകുന്ന സെയിൽസ്മാൻമാർ, നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ, ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അന്യോന്യം മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സ്ആപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര ഫിത്നകളാണ്. അന്തസ്സിൽ ജീവിക്കുന്ന, അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർത്ഥ്യമുള്ള പിശാചിനെ തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങിപ്പോയത്. എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കിക്കളഞ്ഞത്, എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കളഞ്ഞത്. അവസരമൊരുക്കിയത് ആരാണ്? ആരാ അവസരമൊരുക്കിയത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ ഇത് ചെയ്യാൻ? ഇല്ല. നീയായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് നീ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ജോലിക്ക് പോവണ്ട എന്നല്ല ശറഈന്റെ അഭിപ്രായം. നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ, അന്യ പുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം, അന്ത്യനാൾ അള്ളാഹു വരുത്തി വെക്കുന്നതിന്റെ മുമ്പ് ലോക മുസ്ലിം സംസ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫുശൂൽ ഖലമി, പേന വർദ്ധിക്കുന്നത് പറ്റിയൊരു ദിവസം അത് പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ ഹദീസുകൾ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടിച്ചോടിച്ചു പോവാണ്. ഇതൊക്കെ ഓരോന്നും ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ കുട്ടികളെ കളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ലഹ. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കർഷകൻ. ഫലഹ, അഫ്ലഹ, മുഫ്ലിഹ്, കർഷകന് പറയുന്ന വാക്കാണത്. വിത്ത് പാകണം, ഭൂമി ഉഴുതണം, അതിന് വിളയിട്ട് കൊടുക്കണം, നനച്ചു കൊടുക്കണം, കാലാവസ്ഥ നോക്കണം, കാറ്റടിക്കുമ്പോൾ പേടി, പ്രാണികൾ വന്ന് നശിപ്പിക്കുമെന്ന് പേടി. അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കുമെന്ന് നമ്മൾ പറയും, അവൻ കർഷകനാണ്. ഖദ് അഫ്ലഹ, മുസ്ലിം വിജയിക്കും. മുസ്ലിം വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? കഷ്ടപ്പാടിന്റെ ശേഷം വിജയിക്കുന്നു. അധ്വാനിച്ചിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ. അധ്വാനിച്ചതിന്റെ ശേഷം വിജയം ഉണ്ടാവുള്ളൂ. എന്ന് വെറുതെ കൈയും കെട്ടി സ്വർഗത്ത് കിടക്കാൻ വന്നൊന്നും വിചാരിക്കേണ്ട, അന്ന് എളുപ്പമല്ല. അള്ളാഹു നമ്മെ അവൻ അനുസരിക്കുന്നവരാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹുവിൻ്റെതാണ്. അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ പോയിക്കോ. അതാണ് നമ്മൾ ഈ പറഞ്ഞിരുന്നത്, അതാണ് നമ്മൾ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ വഴിയാണ്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇതാണ്, അള്ളാഹിന്റെ കിതാബ് ഇതാണ് പറയുന്നത്. ഫുശൂൽ ഖലമി, ഫുശൂൽ ഖലമി, പേനകൾ വർദ്ധിക്കുന്നത്. പേന വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കസറത്തു തസാനീഫി, പ്രിന്റിംഗ് കൂടുന്നത്. പ്രിന്റിംഗ് കൂടെ, മാഗസിനുകൾ കൂടുന്നത്, പത്രങ്ങൾ വർദ്ധിക്കുന്നത്, മാസികകളും ആഴ്ചപ്പതിപ്പുകളും കൂടുന്നത്, പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ഫുശൂൽ ഖലമി, ഡോക്യുമെന്റുകൾ, ഡോക്യുമെന്റേഷൻ വർദ്ധിക്കുന്നത്. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ എത്രയാ വർദ്ധിച്ചത്? എത്രയായിരക്കണക്കിന് ഹാർഡ് കോപ്പികളുണ്ടോ അതിന്റെ സോഫ്റ്റ് കോപ്പികളായി, സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ. ഇപ്പൊ ശരിക്കും ഡബിൾ ആയിട്ടുണ്ടെന്ന്. മുമ്പത്തെ പോലെയല്ല. ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളായി. എത്ര ഹാർഡ് കോപ്പികൾ കിതാബ് ലൈബ്രറി ഉണ്ടോ അതിന്റെ ഒക്കെ പകരം സോഫ്റ്റ് കോപ്പികൾ, സോഫ്റ്റ്വെയറുകളും അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടുന്നു. കസറത്തുൽ ഫുശൂൽ ഖലം, വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടും. അപ്പൊ ടൈപ്പ് ചെയ്ത് ഇവിടെയാണ്, മെസ്സേജ് ചെയ്ത് ഇവിടെ, ഇതൊക്കെ മനുഷ്യന്മാർ വായിക്കല്ലേ. ഫുശൂൽ ഖലം, എഴുത്തുകൾ വർദ്ധിക്കും.
ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ. മുമ്പത്തെ പോലെ പേൻ എടുത്തിട്ട് മഷിയിൽ മുക്കിയിട്ട് എഴുതൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് പെടപെടാന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റാണ്. ഫുശുവുൽ ഖലമി, എഴുത്തുകൾ വർദ്ധിക്കും, മെസ്സേജുകൾ വർദ്ധിക്കുന്നില്ലേ, വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ, എഴുതി വിടുകയാണ്. ചില ആളുകളൊക്കെ പേജുകളോളം വരുന്ന കഥയ്ക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ചു തീരുമ്പോൾ ഒരു ദിവസം കഴിയും, പിന്നെ നിർത്തിച്ചിട്ട് പോവുക നിസ്കാരത്തിന്, ബാക്കി പിന്നെ വായിക്കുക. എപ്പോഴവനത് എഴുതി കൂട്ടിയതെന്നാവോ? ചില ആളുകൾ അങ്ങ് എഴുതി വിടുന്നതാണ് കഥകൾ, എഴുതുകയാണ്. ഫുശുവുൽ ഖലമി, എഴുത്ത് വർദ്ധിക്കുന്ന കാലം, മനുഷ്യൻ എഴുതി വെക്കുന്നത് വർദ്ധിക്കുന്ന കാലം. പുസ്തകങ്ങളും മാസികകളും ആഴ്ച പതിപ്പുകളും വാരികകളും ദ്വൈവാരികളും ദ്വൈമാസികകളും എല്ലാം പത്രങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഓരോന്നോരോന്നായി ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത്. കസറത്തുൽ ഖലമി, ഫുശൂൽ ഖലമി, അയ്യകൂനൽ വലദു ഗൈളാ, കുട്ടികൾ, പിഞ്ചുമക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത്. കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം. അയ്യകൂനൽ വലദു ഗൈളാ, മാതാപിതാക്കളെ അനുസരിക്കാത്ത വാശി മക്കൾക്ക് വർദ്ധിക്കുന്നത്. എത്രയോ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകാം. എത്രയോ ഉമ്മമാരുടെ പരാതി, കുട്ടി പറഞ്ഞത് കേൾക്കൂല, കുട്ടിക്ക് വാശിയോട് വാശി. എന്തെങ്കിലും വാശി പിടിച്ചാൽ എറിഞ്ഞു പൊളിക്കുക, നശിപ്പിക്കുക, ചീത്ത പറയുക, ഉമ്മയോട് പിണങ്ങുക, ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക. ഇങ്ങനെ വാശിയോട് വാശി, ഇങ്ങനെ വാശി പിടിക്കുന്ന മക്കൾ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ ഖിയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾക്ക് ഭയങ്കര ദേഷ്യം. ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല, എമ്പാടും വലിയൊരു ശരീരത്തിൽ കടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ. ഗൈളൻ, ഭയങ്കര ദേഷ്യം, വാശിയും ദേഷ്യവും കൂടുന്നത്. വയകൂനൽ മതറു ഖൈളാ, മഴ വർഷിക്കും, പക്ഷേ മഴ കൊണ്ട് കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ. മഴ പെയ്യുമ്പോൾ ശാന്തമാവണം, മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം, മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം, മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ മുളക്കണം. ഇതൊന്നും സംഭവിക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട്, മഴ നിന്നാലേ ചൂട് തുടങ്ങി, മഴ നടക്കുന്നുണ്ട്, വിളവ് നടക്കുന്നില്ല. അയ്യകൂനൽ മതറു ഖൈളാ, ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത്, മഴയുടെ ഉപകാരം അല്ലാഹു എടുത്തു കളയുന്നത്. ആലോചിച്ചു നോക്കിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയുക്റമൽ ഫസഖതു വയുഹാനൽ കിറാം, ഫാസിഖീങ്ങളായ ആളുകളെ എമ്പാടും ബഹുമാനിക്കപ്പെടുകയും വയുഹാനൽ കിറാം, മഹത്തുക്കളായ ആളുകളെ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. ഈ ഹദീസിനെ ആധുനികരായ ഉലമാ വ്യാഖ്യാനിക്കുന്നത് അയ്യുക്റമൽ ഫസഖ, ഫാസിഖീങ്ങൾക്ക് ഭയങ്കര സ്ഥാനം, ഭയങ്കര സ്ഥാനം. ഫാസിഖീങ്ങൾ ആരെന്നറിയോ? സിനിമാ സ്റ്റാറുകൾ, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ. സിനിമയിൽ അഭിനേത്രിയാണെന്ന് കേൾക്കുമ്പോ, ആക്ടറാണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, അവരെ കൊണ്ട് സംഗീത നൃത്ത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത്. യുക്റമൽ ഫുസാഖ് അൽ ഫസഖ, കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ സമൂഹത്തിനോ മുസ്ലിം ഉമ്മത്തിനോ മാതൃകയാവേണ്ട ആളുകളല്ല. പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം, എന്തെന്നില്ലാത്ത അംഗീകാരം, എന്തെന്നില്ലാത്ത ബഹുമാനം. വയുഹാനൽ കിറാം, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് ത്യാഗത്തോടുകൂടെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ നിസ്സാരവൽക്കപ്പെടുകയും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും ഫാസിഖീകളെ എമ്പാടും ഉയർത്തുകയും ചെയ്യുന്നത്. അവർക്കൊക്കെ ഭയങ്കര സ്ഥാനം അല്ലേ? ആരോ പറഞ്ഞു അങ്ങനെ, ഉമ്മ പറയാറുണ്ട് എപ്പോഴും എന്ത്, ലൈറ്റ് ഓഫ് ചെയ്യണം, കറണ്ട് സേവ് ചെയ്യണം, എന്ത് ചെയ്യാ, ആവശ്യമില്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം, വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നുണ്ട്, കറണ്ടിന്റെ ഉപയോഗം കൂടുന്നുണ്ട്. ഉമ്മയും വാപ്പിയും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്യണട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും മാഷാ അല്ലാഹ്.
മൂപ്പര് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെല്ലാരും കേൾക്കുക. ഇതെന്നെ എൻ്റെ സ്വന്തം ഉമ്മിമാപ്പിയും പറഞ്ഞത്, അത് കേട്ടിട്ടില്ല. അംഗീകാരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, ഹറാമായത് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം, അവർക്ക് എന്തെന്നില്ലാത്ത സ്ഥാനം. വയുഹാനൽ കിറാം, മാന്യന്മാരായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിന്ദതയും നിസ്സാരതയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി പറയുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചാണ്, പണപ്പെരുപ്പത്തെ കുറിച്ച്. ളുഹൂറുൽ ഗലാഇ വർതിഫാഉൽ അസ്ആർ, വില വർദ്ധിക്കുന്നത്, സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. വർതിഫാഉൽ അസ്ആർ, അങ്ങാടികളിൽ സാധനങ്ങൾക്ക് തീ പൊള്ളുന്ന വില. രൂപക്ക്, നാണയത്തിന്, പൈസക്ക് വിലയില്ലാതിരിക്കുക. ഹത്താ യുഅത റജുലു 100 ദീനാരിൻ ബൽ 300, 300 രൂപ കയ്യിൽ കൊടുത്താൽ, അത് ദീനാറാവാം, ദിർഹമാകാം. 300 കൊടുത്താൽ ഫയദല്ലു സാഖിതാ, മനുഷ്യൻ ദേഷ്യപ്പെട്ടു പോകും. പൈസക്ക് വിലയില്ല, പൈസയുടെ മൂല്യം നഷ്ടപ്പെടുന്നത്. യർതഫിഉൽ ഗലാ, ളുഹൂറുൽ ഗലാഇ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. 100 രൂപയ്ക്ക് ആരെയും ജോലി കിട്ടോ, കൂലി കിട്ടോ? 100 രൂപക്ക് കൂലിപ്പണിക്കാർക്ക് എത്ര? ഇവിടൊക്കെ 500, 600, 900 ഒക്കെ ആയിട്ടാ. 100 ഒന്നുമല്ല. 100 രൂപയ്ക്ക് പപ്പടം വാങ്ങാൻ പറ്റുമോ? ളുഹൂറുൽ ഗലാഇ, ളുഹൂറുൽ ഗലാ, സാധനങ്ങൾക്ക് വില കൂടിയിട്ട് പൈസക്ക് മൂല്യം നഷ്ടപ്പെടുക. ഇങ്ങനെ രൂപക്കോ, നാണയത്തിനോ, ഡോളറിനോ, ദിർഹമിനോ, യൂറോക്കോ മൂല്യം നഷ്ടപ്പെടുമാർ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. വർതിഫാഉൽ അസ്ആരി, സാധനങ്ങളുടെ വില തീ പൊള്ളുന്ന വിലയായി വർദ്ധിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സംഗതിയല്ലേ? ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു അടയാളം, ഫിത്നത്തുൻ തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളോ അല്ലാത്തവരോ ആയവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്നയുണ്ട്. ഫിത്നത്തുൻ, അതൊരു ഫിത്നയാണ്. തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെ വീടിന്റെ ഉള്ളിലേക്കും കയറി വരുന്ന ഒരു ഫിത്നയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഫിത്ന? എന്താണ് ആ ഫിത്ന? എല്ലാവരുടെ പേരിലുള്ള ഫിത്ന എന്താ? TV, സാറ്റലൈറ്റ് ഡിഷുകൾ വെക്കുന്നത്, TV സംസ്കാരം, അതിന്റെ സർവ വരമ്പുകളും ഭേദിക്കപ്പെടുന്ന സംസ്കാരമായി മാറുന്നത്. TV എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഉപയോഗത്തിനും ദുരുപയോഗത്തിനും പറ്റും. നമുക്ക് പാടുള്ളതും പാടില്ലാത്തതും അവിടെ പ്രത്യക്ഷപ്പെടും. എല്ലാവരുടെ വീട്ടിന്റെ ഉള്ളിലും, അറബിയാവട്ടെ അനറബിയാവട്ടെ, ഇത് മുസ്ലിമിനെയാണ് നശിപ്പിച്ചത്, നമ്മുടെ സംസ്കാരമാണ് നശിപ്പിച്ചത്. വാപ്പയും ഉമ്മയും മക്കളും ഇരുന്ന് മാന്യമായൊരു ന്യൂസ് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ നാട്ടിൽ? അല്ലേ? നമ്മുടെ ന്യൂസ് റീഡർമാർ വായിക്കുന്ന വാർത്തകളിൽ ഉമ്മയും വാപ്പയും മക്കളും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ? കാണുന്ന സിനിമകളിൽ, റിയാലിറ്റി ഷോകളിൽ, മറ്റു പ്രോഗ്രാമുകളിൽ മോശപ്പെട്ട വസ്ത്രവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒരു പരിപാടി പ്രസന്റ് ചെയ്യുന്ന ആളുകൾ, അതിന്റെ പ്രസന്റർമാർ, ആ പരിപാടിയുടെ ആ പരിപാടിയെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ആകട്ടെ, അന്യ പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുന്നതും പരസ്യമായി ചുംബിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ഈ മനുഷ്യ സമൂഹത്തിൽ പാടില്ലാത്തത്, മുസ്ലിമിന് ഒരിക്കലും ചിന്തിച്ചു പോകാൻ പോലും പാടില്ലാത്ത സംസ്കാരങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കാണിച്ചു കൊടുത്തത് ആരാണ്? ആരാ കാണിച്ചു കൊടുത്തത്? സിനിമാ നായകന്മാർ, സംവിധായകന്മാർ എഴുതി കൊടുക്കുന്ന വരികൾക്കൊപ്പിച്ച് അന്യ പെണ്ണുങ്ങളോടുകൂടെ കൈപിടിച്ചാടുന്നതും
സ്നേഹം, പ്രേമം ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആരുടെ കൂടെ ജീവിച്ചാലും പ്രേമിക്കുന്നവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും, അവന് ചൊറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവന് സംസ്കാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജാതിയോ മതമോ പ്രശ്നമല്ല. സ്നേഹമാണ് വലുത്, സ്നേഹമാണ് എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് നാഴികക്ക് 400 തവണ വിളിച്ചു പറഞ്ഞത് ഏതൊരു ഉപകരണമാണ്? നിങ്ങൾ പറഞ്ഞു തരിൻ. അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു വിടുമ്പോ ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം, നമ്മുടെ ആദർശശുദ്ധി, നമ്മുടെ ചാരിത്രശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുവിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ? സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ? നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ? നിരന്തരമായ കാഴ്ച, നിരന്തരമായ ഫോളോയിങ്, നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാറില്ലേ? അതുകൊണ്ടാണ് വാദ് പറയുന്ന നേരത്ത് ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത്. ഇതൊക്കെ നടക്കുന്നതല്ലേ, അതിലെന്താ കുഴപ്പം? അത് ഇഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താരീതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് TV സംസ്കാരത്തിലൂടെയല്ലയോ? അല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫിത്നത്തുൻ, ഒരു മഹാഫിത്ന വരുന്നുണ്ട്, തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരുമായ എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് കടന്നു വരും. നല്ല പ്രോഗ്രാമുകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത്, നിങ്ങൾക്ക് ഹറാം ചിന്തിപ്പിക്കാത്തത്, നന്മ തരുന്നത്, സാരോപദേശം തരുന്നത്, നന്മ, അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റും. അല്ലാത്തവർ ഒഴിവാക്കിക്കോളിൻ. തീ വാങ്ങിച്ചു വെക്കണ്ട, നരകം വാങ്ങിച്ചു വെക്കണ്ട. മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ, നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ, സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾ ഈ വാങ്ങിച്ചു വെക്കുന്ന LCD ടിവികളോ LED-കളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ, എത്ര ഇഞ്ച് വലിപ്പമുള്ള നിങ്ങളുടെ TV സെറ്റുകളാവട്ടെ, അതിന്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാരശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ, നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക? എങ്ങനെയാണ് സമൂഹം നന്നാവുക? നിരന്തരം, ഓൺ എ ഡെയിലി ബേസിസ്, എല്ലാ ദിവസവും. ഒരു കാര്യം കൂടെ പറയട്ടെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പം ഖുർആൻ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും വിർദുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും, ഖബറിനെ കുറിച്ച് ഓർമ്മ വരും, മരണത്തെ കുറിച്ച് ഓർമ്മ വരും, റബ്ബേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും. ഭക്തിയുടെ നേരമാണ്, അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ്. ആ നേരത്ത് നമ്മുടെ നാടുകളിലെ ചാനലുകാർ, ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ? ഭക്തിയുള്ള പ്രോഗ്രാമുകൾ, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഭക്തിയുള്ള പ്രോഗ്രാമുകൾ, ശ്രീരാമന്റെയോ അല്ലാത്തതെയോ കഥ പറഞ്ഞിട്ട്, ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട്, ഭക്തിയുള്ള സീരിയലുകൾ. എന്തിന്? മുസ്ലിമീങ്ങളായ പെൺമക്കൾ, മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ, ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ ഖുർആൻ ഓതി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും സുന്നത്തും കഴിഞ്ഞ് ഖുർആൻ ഓതിയും സ്വലാത്ത് ചൊല്ലിയും ദിക്ർ ചൊല്ലിയും കഴിച്ചു കൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില TV സീരിയലുകളുടെ പ്രമേയ വിഷയം ഭക്തിയാണ്. ഏത് ഭക്തി? ഹിന്ദുവിന്റെ ഭക്തി, രാമായണത്തിന്റെ ഭക്തി. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അയ്യപ്പന്മാരുടെ പേരുകൾ, ശരണമയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ വിളിച്ചു പറയപ്പെടാൻ അവസരമൊരുക്കിയത് ആരാണ്? ഇശാ മഗ്രിബിന്റെ ഇടയിൽ ശിർക്കിന്റെ വാക്കുകൾ നമ്മുടെ TV സെറ്റിലൂടെ വിളിച്ചു പറയപ്പെടുന്നില്ലേ? അള്ളാന്റെ മലക്കവിടെ വരുമോ? റഹ്മത്തിന്റെ മലക്കവിടെ വരുമോ? മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയത്ത്, റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാമുകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിമനെ പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായിമയെ വഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയാ വരുന്നത്.
അല്ലേ? മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം. നമ്മുടെ ഈമാനാണ് ഈ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ. കിട്ടുന്ന വിലക്ക് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഹറാമാണ്. നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ. ഫിത്നത്തുൻ തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം. അറബികളുടെയോ അനർബികളുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ വീട്ടിലും കയറിക്കൂടുന്ന ഒരു ഫിത്ന ലോകാവസാനത്തിന്റെ മുമ്പ് വരുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ടിവി സാറ്റലൈറ്റുകളെ കുറിച്ചല്ലേ? എന്തൊരു അത്ഭുതമുള്ള ഹദീസാണ്. വീടിന്റെ ഉള്ളിലേക്ക് അറബിയും അനർബിയും വിഷയമല്ല, മുസ്ലിമും അമുസ്ലിമും വിഷയമല്ല. ഇനി ഇവിടെ നിന്ന് ഒടിച്ചു മാറ്റി കുട്ടികളൊക്കെ അയൽപക്കത്ത് പോയി കാണുകയാണ്, അല്ലെങ്കിൽ മൂത്താപ്പാന്റെ വീട്ടിൽ നിന്ന്, എളാപ്പാന്റെ വീട്ടിൽ നിന്ന്. നാല് കാശിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീട്ടുകാരന്റെ വീടിന്റെ മുകളിലുമുണ്ട് ഡിഷ് ആന്റിനകൾ. ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ പരക്കുമുണ്ട്. മദ്രാസിലെയോ ബോംബെയിലെയോ ബാംഗ്ലൂരിലെയോ സ്ലം ഏരിയകളിൽ താമസിക്കുന്ന ഹോസ്പിറ്റോസ് കൊണ്ട് മറച്ചു കെട്ടിയ, ശീല കൊണ്ട് മറച്ചു കെട്ടിയ, ചാക്കുകളെ കൊണ്ട് മറച്ചു കെട്ടിയ കൂരകളുടെ മുകളിലും കാണും സാറ്റലൈറ്റ് ഡിഷുകൾ. ഇങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു ഫിത്ന അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ ലോകത്തിന്റെ ഗുരു റഹ്മത്തുൽ ആലമീൻ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തേക്ക് പിറന്നു വീണ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതെല്ലാം അൽ-അമാറാത്തുസ് സുഗ്റാ, അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ എന്ന് പറയും. ഇനി വലിയ അടയാളങ്ങൾ വരാനുണ്ട്. വലിയ അടയാളങ്ങൾ വരാനുണ്ട്. അമാറാത്തു സുഗ്റ തീർന്നിട്ടല്ല. കഴിഞ്ഞ വർഷം നമ്മൾ 2 ദിവസം ചർച്ച ചെയ്തു, അതിന്റെ ബാക്കിയാണ് ഇന്ന് പറഞ്ഞത്. ഇനിയും ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിലും ഗൗരവമുള്ള വിഷയങ്ങൾ വരാനിരിക്കുന്നുണ്ട്. 3 വിഷയങ്ങൾ. ഇതാ ആ 3 വിഷയങ്ങൾ സംഭവിച്ചാൽ لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. 3 വിഷയങ്ങൾ സംഭവിച്ചാൽ അതുവരെ മുസ്ലിമാവാത്തവൻ പിന്നെ ഞാനൊരു മുസ്ലിമാവുകയാണ്, ഞാനൊരു മാപ്പിളയാവുകയാണ്, ഞാൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. 3 വിഷയങ്ങൾ സംഭവിച്ചാൽ അതുവരെ പാപം ചെയ്ത് തിന്മ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ ഇനി മുതൽ ഞാൻ നന്നാവട്ടെ എന്ന് തൗബ ചെയ്താൽ അല്ലാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ആ 3 വിഷയങ്ങൾ ഈ ഖിയാമത്തിന് മുമ്പ് നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിഷയത്തെ പറ്റിയുള്ള ചർച്ച നമുക്ക് നാളെ തുടരാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.